അല്ല ഗൈസ്, സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ കത്തിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സജ്ന ഫിറോസ്, റസൂൽ പൂക്കുട്ടി അല്ലേ? റസൂൽ പൂക്കുട്ടീനൊക്കെ പൂക്കുറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ അഭിസംബോധന ചെയ്യുന്ന സംഗതികളൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇതിൻ്റെ വേറെ സംഭവം ഉണ്ട് കേട്ടോ. ഒരാളെ സ്ലട്ട് ഷെയിം ചെയ്യാന്ന് പറയണമെങ്കിൽ, പൊതുവെ പെണ്ണുങ്ങളെയാണ് സ്ലട്ട് ഷെയിം ചെയ്യാന്ന് പറയണമെങ്കിൽ സമൂഹത്തിന് ഭയങ്കര സന്തോഷം നിറഞ്ഞൊരു കാര്യമാണ് തോന്നുന്നത് ഗൈസ്. ഇപ്പോൾ പരവെട്ടി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ, എന്താ ഇങ്ങനെ സമൂഹം കണ്ട ഏറ്റവും വലിയ പടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ കാണാനിടയായി. ഞാൻ കാര്യം പറയുന്നത് 2026 സാക്ഷര കേരളം അല്ലേ, ഇങ്ങനെ ഒരു മലയാളി സമൂഹം എന്തതിൻ്റെയൊക്കെ ഒരു അവസ്ഥ ആലോചിക്കും. പിന്നെ വേറെ കുറേ ആൾക്കാർ സജ്ജന എന്നെ കുറ്റം പറഞ്ഞിട്ട്, അതായത് ഇങ്ങനെ ലക്ഷ്യം ചെയ്യണില്ല എന്നുള്ളൂ, പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ട്, റസൂൽ പൂക്കുട്ടി നിൻ്റെ അച്ഛനാണ് പറയുന്നത്, അച്ഛനെ പോലെയാണെന്ന് പറഞ്ഞു, സഹോദരനെ പോലെയാണ് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് നിനക്ക് നിൻ്റെ വീട്ടിൽ അച്ഛനില്ലാത്ത സഹോദരനില്ലാത്ത നന്നായി, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഗർഭം ധരിച്ചതിനൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ കേസ് കാണാനിടയിൽ. ഞാനൊരു കാര്യം പറയട്ടെ, വേറൊരു റിലേഷൻഷിപ്പിൽ പല ആളുകളും പറയില്ലേ, നീ ഇപ്പോൾ ഒരു പെണ്ണോട് നീ എൻ്റെ അമ്മയെ പോലെയാണ്, നീ എൻ്റെ സഹോദരിയാണ്, അല്ലെങ്കിൽ നീ എൻ്റെ ലവറാണ്, ഇങ്ങനെ ഒരാളിൽ ഇങ്ങനെ പല ഭാവങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രത്യേകതകൾ കാണാനിടയാവുക എന്ന് കരുതിയിട്ട് നിങ്ങളിപ്പോൾ ഇത് എന്താ പറയുക, ഇത് എന്താ ഉദ്ദേശിക്കണത്? എനിക്ക് സംഭവം മനസ്സിലാവുന്നില്ല. ഇപ്പോൾ റസൂൽ പൂക്കുട്ടീനെ സജ്ജനയ്ക്ക് ഇഷ്ടമാണ് അത് എന്നത് ഒരു അച്ഛനെ പോലെയോ സഹോദരനെ പോലെയോ കാമുകനോ സുഹൃത്തോ ഒക്കെ ആയിട്ടുള്ള ഇതെല്ലാം കൂടി കൂടിച്ചേർന്നൊരു വ്യക്തിയായിരിക്കും സംഭവം അല്ലേ. ആ ഒരു ഭാവം, ആ ഒരു സംഭവം കെയറിങ്ങോ കിട്ടണ്ടായിരിക്കും എന്ന് കരുതിയിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് എന്താ സംഭവം. നിങ്ങളിത് ആരും പ്രേമിച്ചിട്ടില്ലേ? ഞാൻ ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് പറയുന്നത്. ഇന്ന് കരുതി റസൂൽ പൂക്കുട്ടീനെ സജ്ജന പ്രേമിച്ചത് അടിപൊളിയായി അങ്ങനെയല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. പ്രഗ്നൻ്റ് ആയത് അടിപൊളിയായി നല്ല പറഞ്ഞു വരുന്നത്. ഞാൻ ഇവിടെ പറഞ്ഞത് ലൈഫാണ് ഗൈസേ. അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല. നമ്മൾ കുറച്ച് കാര്യങ്ങളും കുറച്ച് തെളിവുകൾ വെച്ചിട്ട് ഒരാളുടെ ജീവിതത്തെ ഈ ഇത്രമാത്രം വിലയിരുത്തും. നമ്മൾ ആരാണ്? ഹൂ ദ ബ്ലഡി ഹെൽ ആർ വി? എനിക്കത് മനസ്സിലാവണില്ല എന്താ സംഭവം. പിന്നെ എനിക്ക് തോന്നിയുള്ള വേറൊരു കാര്യം എന്താ വെച്ചാൽ, സജന ഇപ്പോൾ മോശക്കാരിയും ഫിറോസ് നല്ലവനായ ഉണ്ണിയുമായി. ഞാനൊരു കാര്യം പറയട്ടെ, ഫിറോസ് ഖാൻ്റെ ജീവിതത്തിൽ നിന്ന് സജന പോയി എന്നുള്ളൊരു അവസ്ഥയാണ്. പിന്നെ എന്തിനു ഈ ചങ്ങായി പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണം? എനിക്കത് മനസ്സിലാകത്തു. റീച്ചിന് വേണ്ടിയിട്ട്, കാശിന് വേണ്ടിയിട്ട്, വേറെ എന്തിനാ? എന്താ 3 കോടി റുപ്യ സജ്ജന ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സജ്ജന ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ പറയുന്നത് അതും ഒരു ഫേക്ക് എന്നുള്ള ലെവലിൽ വേണമെങ്കിൽ നമുക്ക് കാണാം കേട്ടോ കേസ്. ഞാൻ ആ ഒരു പോയിൻ്റ് അല്ല ഇവിടെ പറയുന്നത്. അതായത് അവർ കാശിന് വേണ്ടിയിട്ട് ഒരു പക്ഷേ ബ്ലാക്ക് മെയിൽ ചെയ്തായിരിക്കാമെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ എന്താ പറയുക, ജീവിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ചില പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്ന സംഭവമില്ല, ആണുങ്ങളെ ഭയങ്കരമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിക്കൊണ്ട് ഫുഡ് വാങ്ങാൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഇങ്ങനെ ഫീസ് അടയ്ക്കുക, മക്കളുടെ ഫീസ് അടയ്ക്കാൻ, അങ്ങനെയുള്ള കുറേ സ്ത്രീകളൊക്കെ ഉണ്ട്. അപ്പോൾ പലരും എന്താ ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ, ഹണി ട്രാപ്പുകാരിയാണ് സജ്ജന എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്യണമൊക്കെ ഉണ്ട് കേസ്. എനിക്കിത് എന്തിൽ നെഗറ്റീവ് കാണുന്ന ആളുകൾ, ഞാൻ ഒരു കാര്യം പറയട്ടെ, അവരുടെ ജീവിതത്തിൽ അവർ ഒറ്റപ്പെട്ടു പോയ അവസ്ഥ, ഇമോഷണലി ഒറ്റയ്ക്കായ അവസ്ഥയിൽ, അല്ലെങ്കിൽ അവർക്ക് ചില ആളുകളുണ്ട് ഒരു വീട്ടിൽ ഭയങ്കര ഹോസ്റ്റലായിട്ടുള്ള അല്ലെങ്കിൽ ഒട്ടും സപ്പോർട്ടീവായിട്ടുള്ള ഒരു രീതിയിലുള്ള അന്തരീക്ഷം വിചാരിക്കുക, അല്ലെങ്കിൽ മെൻ്റലി പീഡിപ്പിക്കപ്പെടുന്ന അവസ്ഥയിൽ, ഇമോഷണലി ഒട്ടും കെയർ ചെയ്യാണ്ട് നെഗ്ലക്റ്റഡ് ആയ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകൾ, അവർ നമ്മുടെ ഒരു ലോജിക്കിനനുസരിച്ച് അവർ ജീവിക്കണം എന്നില്ല. പിന്നെ നമ്മളൊക്കെ അതെല്ലാം തികഞ്ഞ ആളുകളാണല്ലോ. അപ്പോൾ അവർക്ക് അവരുടേതായ രീതിയിൽ സമാധാനം കിട്ടുന്ന സന്തോഷം കിട്ടുന്ന ആളുകളുണ്ടാവും. നിങ്ങൾ ഈ സിനിമകളൊന്നും കാണുന്നതല്ലേ? ഇപ്പോൾ ഞാനൊരു സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ സജിനായിട്ട് ബന്ധപ്പെടുത്തി പറഞ്ഞല്ല കേട്ടോ, ഞാൻ സിനിമയുടെ കാര്യം പറഞ്ഞാണ്. ആ സിനിമയിൽ നായകൻ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നായിക സെക്സ് അഡിക്റ്റാണ്. സജ്ജന അങ്ങനെയാണെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ഞാൻ അങ്ങനെ വളച്ചൊടിക്കരുത്. ഞാൻ പറഞ്ഞു വരുന്നത് അതെന്താ വെച്ചാൽ, മൂപ്പത്തിരി കുറേ റിലേഷൻസ് വേണം, എന്നിട്ട് ഒരു ചങ്ങായിയായിട്ട് ഭയങ്കര കമ്പനിയാവും. ആ ചങ്ങായിയാണെങ്കിൽ ഭയങ്കര കമ്മിറ്റഡ് റിലേഷൻഷിപ്പുള്ളത്. മറ്റാൾക്കാരൊക്കെ പ്ലേയേഴ്സ് ആയിരിക്കും ഇവരുടെ തുടക്കത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കമ്പനിക്കാർ ഒക്കെ ഹുക്കപ്പും വൺ നൈറ്റ് സ്റ്റാൻഡൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കും. അങ്ങനെ അവസാനം ഒരാളായിട്ട് കമ്മിറ്റഡ് ആവും. പക്ഷെ അവൻ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് ഇവൾ വേറെ ഒരുത്തനായിട്ട് സെക്സിൽ ഏർപ്പെടും. എന്നിട്ട് അവൾ പറയുന്നത് എനിക്കിതിങ്ങനെ പ്രശ്നമുണ്ട്, ഡോക്ടറെ കാണണം. അങ്ങനെ പിന്നെ അവളിൽ മാറ്റം. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ശരീരം എന്ന് പറയുന്ന വലിയ പവിത്രമായ രീതിയിൽ കാണുമ്പോഴാണ് പലർക്കും ഇഷ്ടം. ചില ആളുകളിലെ എനിക്ക് അത് ചില ആളുകൾ ഇങ്ങനെ ശാരീരികമായിട്ട് ഒരാളുമായിട്ട് മാത്രം കമ്മിറ്റഡായ റിലേഷൻഷിപ്പുള്ള ഒരാളായിട്ട് മാത്രം ശരീരം പങ്കിടാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുന്ന ആളുണ്ട്. അതായത് അവരെ സംബന്ധിച്ചോളം ബോഡി എന്നുള്ള വളരെ പ്യുവർ ആയിട്ടുള്ള സാധനമായിരിക്കും. ചില ആളുകൾക്ക് എന്താ വെച്ചാൽ ബോഡി എങ്ങനെയാലും കുഴപ്പമില്ല, ഇമോഷൻസ് ആവും പ്രാധാന്യം. ഇമോഷണലി ചെയ്യാൻ ഒരാളോട് മാത്രം കമ്മിറ്റഡുള്ള അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ചില ആളുകൾ എന്താ വെച്ചാൽ, നിങ്ങളൊന്ന് ആലോചിക്കുക, ഇപ്പോൾ ഇത്രയും കമ്മിറ്റഡ് റിലേഷൻഷിപ്പുള്ള ആളുകൾക്ക് സിനിമ കാണുമ്പോഴങ്ങനെ വേറെ ഒരു ആണിനെ കുറിച്ചോ പെണ്ണിനെ കുറിച്ചോ അവർ ചിന്തിക്കില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ?
അപ്പോൾ എന്താണ് ഒരു സ്യൂഡോ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ ആണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. ഈ സജിനേനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫിറോസ് ഖാനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് നിന്ന് സംസാരിക്കാനോ അല്ല. ഞമ്മൾ പറഞ്ഞു വരുന്നതിന് ആരുടെ ജീവിതമായാലും അവരുടെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത് മുഴുവനായിട്ട് നമുക്കറിയില്ല. നമുക്ക് അഥവാ അറിയുമെങ്കിലും അവരെ എന്താ പറയുക, ഇങ്ങനെ വിലയിരുത്താനും ജഡ്ജ് ചെയ്യാനും നമ്മളാരാണ്? അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്, അപ്പോഴത്തെ അവരുടെ മൊത്തത്തിലുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു, ഇതിനെക്കുറിച്ചൊന്നും നമുക്ക് അറിയാണ്ട് ഇത് തേങ്ങയാണ്. പിന്നെ വേറൊരു കാര്യം കേസ്, ദർ ഇസ് എന്താ പറയുക, ബിഗ് ഡിഫറൻസ് ബിറ്റ്വീൻ സിറ്റുവേഷൻഷിപ്പ് ആൻഡ് റിലേഷൻഷിപ്പ്. ഇപ്പോൾ സിറ്റുവേഷൻഷിപ്പ് നമുക്കറിയാം. ഇപ്പോൾ റിലേഷൻഷിപ്പ് എന്ന് ഒരാളായിട്ട് കമ്മിറ്റഡ് ആയ അതാണ് കമ്മിറ്റഡ് എന്നല്ല, ഒരാളായിട്ട് ഒരു സീരിയസ് ആയിട്ടുള്ള സാധനത്തിന് റിലേഷൻഷിപ്പ് എന്ന് പറയാം. ചില ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിലും അവർക്കിപ്പോൾ വേറെ വ്യക്തികളായിട്ടോ അല്ലെങ്കിൽ ത്രീസം പോലുള്ള അങ്ങനെ റിലേഷൻഷിപ്പോ വേറെ വ്യക്തികളായിട്ട് അങ്ങനെ സ്വാപ്പിങ്ങും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തെ ഒരു സാഹചര്യത്തിനനുസരിച്ച് അവർക്കുണ്ടാകുന്ന റിലേഷൻഷിപ്പിന് നമ്മൾ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുക. ഞാൻ അതിൻ്റെ ഡെഫിനേഷൻ പറയാനല്ല പറഞ്ഞ്, നമ്മൾ പറഞ്ഞ എന്താ വെച്ചാൽ ഇപ്പോൾ സാധാരണ നമ്മൾ എന്താ വെച്ചാൽ പലപ്പോഴും ഈ സിറ്റുവേഷൻഷിപ്പ് എന്നുള്ള സാധനത്തിന് വളരെ വൾഗറായിട്ടുള്ള നെഗറ്റീവായ ഒരു സാധനമായിട്ട് കരുതുക. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ഇപ്പോൾ ചില ആളുകളില്ല, അവരെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരൊരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ ഇതിൽ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻഷിപ്പുകളിലേക്ക് പോകും. അത് അവരുടെ ഭാഗത്ത് ശരിയുണ്ടായിരിക്കും ആ സമയത്ത്. ഓക്കെ, ഇറ്റ്സ് ഹൈലി സബ്ജക്റ്റീവ് ഗൈസ്, അത്രയേ ഉള്ളൂ ഇതിൻ്റെ സംഭവം. പിന്നെ വേറെ പലരും പറഞ്ഞ കാര്യമുണ്ട്, ഫിറോസ് ഖാനിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ഇവൾ വേറൊരുത്തൻ്റെ കൂടെ കുറച്ച് കാലം താമസിച്ചതോ പ്രൊഡ്യൂസർ എന്തോ ആ സമയത്ത് എന്തോ അവളൊരു പേപ്പറിൽ ഇങ്ങനെ എഴുതുന്നതായിട്ടൊക്കെ ഉണ്ട്, ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നിങ്ങളുടെ അടുത്തൊന്നും എനിക്ക് നിങ്ങളോട് താല്പര്യമില്ല എന്നൊക്കെ എന്നിട്ട് ആ ഒരു വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ആ വീഡിയോ ഫിറോസ് ഖാൻ അയച്ചു കൊടുത്തു. എന്നിട്ട് അവസാനത്തെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റേ ചങ്ങായി സജ്ജനയുടെ അടുത്ത് ഭയങ്കര ഇമോഷണലി കണക്റ്റഡ് ആയ രീതിയിലായി. പക്ഷേ ഇവൾക്ക് അത് അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു, എന്നിട്ട് കെട്ടിയവൻ്റെ അടുത്ത് തിരിച്ചു പോയി, കാരണം കെട്ടിയവൻ സോറി എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ സംഭവം. അപ്പോൾ പലരും പറഞ്ഞിട്ട് സജ്ജന വളരെ മോശക്കാരിയായി ശരിക്കും ചാടിപ്പോയുള്ള ഒരു അവസ്ഥയിലാണ്, നമുക്ക് ചോറിന്ന ആൾക്കാരാണ് നമുക്ക് വേണ്ട ഉദാഹരണം മനസ്സിലാവില്ല അങ്ങനെ ഇങ്ങനെ. അതായത് ഫിറോസ് ഖാനൊക്കെ മോശമായിരുന്നു, മറ്റേ എങ്ങനെയെന്ന് മനസ്സിലായി, അപ്പോൾ തിരിച്ചു പോകുന്നു. അപ്പോൾ റിവെഞ്ച് എന്നുള്ള രീതിയിലാണ് സജ്ജന ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു നെറേറ്റീവ്, പലതരത്തിലുള്ള നെറേറ്റീവുകൾ ഉണ്ടായിരിക്കും ഗൈസ്. അപ്പോൾ അവരങ്ങനെ ചെയ്തു എന്നുള്ളത് അവരുടെ ശരികളായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് പറ്റിയൊരു തെറ്റായിരിക്കാം. അവരുടെ പ്രായം എന്ന് പറഞ്ഞാൽ 19, 21 അപ്പം വീടിൻ്റെ ഉള്ളിൽ ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇമോഷണലി സെൻസിറ്റീവായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലുമൊക്കെ ഒരു സ്നേഹം കാണിച്ചാണ് ചിലപ്പോൾ ഉണ്ടായിരിക്കും. അത് അവരെ നമ്മൾ ലക്ഷ്യം ചെയ്തിട്ട് കാര്യമില്ല കേസ്. അങ്ങനെയാണ്, അത്രയേ ഉള്ളൂ. നമുക്ക് ഈ സൈക്കോളജിയും കുറിച്ച് വലിയ ധാരണ ഒന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും നമ്മൾ ചുമ്മാ അതിങ്ങനെ പറയുന്നത് കേസ്. ഇത് പല തരത്തിലുള്ള റിലേഷൻഷിപ്പുകളുണ്ട്, അതിൻ്റെ പല തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് ഉണ്ട്. മാനിഫെസ്റ്റേഷനിൽ എന്താ അതിന് പറയുക, ഡൈനാമിക്സ് ഉണ്ട് കേസ്. ഇപ്പോൾ നമുക്കറിയാവുന്നതാണ് എന്താ പറയുക, ഒരു ആങ്ഷ്യസ് അറ്റാച്ച്മെൻറ്റ് സ്റ്റൈലുള്ള ആളുകളുണ്ടായിരിക്കും. പല രീതിയിലുള്ള സംഭവമുണ്ട്. ലോകത്തിൽ 16 തരത്തിലുള്ള ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. 16 തരത്തിലുള്ള ആളുകളും ഒരേ രീതിയിലായിരിക്കണം എന്നില്ല റിലേഷൻഷിപ്പുകളെ കാണുന്നതും റിലേഷൻഷിപ്പുകളിലൂടെ പോകുന്നതും. അവരൊരു ആറ്റിറ്റ്യൂഡ് അങ്ങ് ഒരുപോലെ ആവണമെന്നില്ല ഗെയ്സ്. പിന്നെ ഒരേ ടൈപ്പ് ആളുകൾ തന്നെ ഈ 16 ടൈപ്പിൽ ഒരു ടൈപ്പുള്ള ആളുകൾ തന്നെ എല്ലാവരും ഒരേ രീതിയിൽ പെരുമാറണം അങ്ങനെയൊന്നുമില്ല ഗെയ്സ്. അത് ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ മീഡിയം ഹെൽത്തി ആണോ അങ്ങനെയുള്ള രീതിക്ക് അനുസരിച്ച് ഇതിലൊക്കെ ചേഞ്ച് വരും ഗെയ്സ്. എത്രയുള്ളൂ ഇതിൻ്റെ സംഭവം. പിന്നെ ഇതിൽ വേറൊരു കാര്യം എനിക്ക് എടുത്ത് പറയാനുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ, ഇപ്പോൾ പല ആളുകളും പറയുന്ന ഒരു സാധനം, റസൂൽ പൂക്കുട്ടി മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓളെ എന്നൊക്കെ. ഓളെ ഷീ ഈസ് നോട്ട് എ ചൈൽഡ്. ഓക്കെ, അപ്പോൾ അവർക്ക് അവരുടേതായ ഇത് വ്യക്തി സ്വാതന്ത്ര്യങ്ങളും കാര്യങ്ങളും പ്രിഫറൻസുകളൊക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ശരി തോന്നുന്ന കാര്യങ്ങൾ അവർക്കൊരു പക്ഷേ ശരിയാവണമെന്നില്ല അവരുടെ ലൈഫിൽ. ഇപ്പോൾ നമുക്കറിയാവുന്ന നമ്മൾ ഓരോ ജനാലകളിൽ നിന്ന് കാണുന്ന കാഴ്ചകളും വേറെ വേറെയാണ് പറഞ്ഞവർ. നമ്മൾ ഏകദേശം ഒരു ജനാല വെച്ച് കണ്ടിട്ട് കാര്യമില്ല കേസ്, അവരുടെ ഒരു കാഴ്ച വേറെ ആയിരിക്കും. പിന്നെ പല ആളുകളും പറയുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതൊരു കണ്ടൻറ്റിന് വേണ്ടിയിട്ട് അവരിങ്ങനെ പറയുന്നതാണ്, ഫേമസ് ആവാൻ വേണ്ടിയിരുന്നു. ചിലപ്പോൾ ആയിരിക്കും, ജീവിക്കണമെങ്കിൽ കാശ് വേണം. യൂട്യൂബിലൂടെ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സംഭവമൊക്കെ ഉണ്ടായിരിക്കും. എന്തായാലും എനിക്ക് തോന്നിയുള്ള കാര്യം എന്താ വെച്ചാൽ, ഇമോഷണലി ഭയങ്കരമായിട്ട് ഒരു ലവ് ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമാണ് ഒരു വ്യക്തിയാണ് സജ്ജന എന്നാണ് കേസ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഫിറോസ് ഖാനെ സംബന്ധിച്ചോളം എന്താ വെച്ചാൽ, അവൾ പോയപ്പോൾ അവൾക്ക് അവളുടേതായ മൂപ്പരേതായ ആ ഒരു സംഗതി എങ്ങനെ കോപ്പപ്പ് ചെയ്യാൻ അറിയാത്തൊരവസ്ഥയിലാണ് എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ഇതിൽ പറയുന്നത്, റസൂൽ പൂക്കുട്ടി കുറേ പെണ്ണുങ്ങളോട് ഇങ്ങനെ സെക്ഷലായ രീതിയിൽ മെസ്സേജ് അയക്കലുണ്ട്, അങ്ങനെ ഇങ്ങനെയുണ്ട്. അപ്പോൾ മറ്റുള്ള സജ്ജന എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീഴ എന്നുള്ളൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. അവളൊരു കോഴിയായിരുന്നു സജ്ജന എന്നൊക്കെ വേണ്ടി കുറേ ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട് കേസ്. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മളൊക്കെ പെർഫെക്റ്റ് ആണോ? ഞാൻ അങ്ങനെയാണ് നല്ലതായിട്ട് പറഞ്ഞു തരാം. നമ്മളൊക്കെ പെർഫെക്റ്റ് ആണോ? ഞാൻ അത്ര ചോദിക്കണത്. പിന്നെ അതായത് ഒരു റിലേഷൻ ഇരിക്കുന്ന സമയത്ത് അത് ബ്രേക്കപ്പ് ആയതിന് ശേഷം പോരെ അടുത്ത റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു കാര്യം പറ്റും. ഒരാൾക്ക് റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ അവർക്ക് താല്പര്യം അല്ലെങ്കിൽ അവർ വേറെ റിലേഷനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കത് തെറ്റ് ശരി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല കേസ്. അത് അവരുടെ ഇഷ്ടമാണ്. എൻ്റെ സംഭവം ഇതൊരു ജീവിതമാണ് കേസ്, ആളുകളുടെ ലൈഫാണ്. ആളുകൾ ഒരു ജീവിതമല്ല, ഞാൻ ഒരു ജീവിതത്തിൽ വിശ്വസിക്കുന്ന കേസ്. അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ,
അത്രേ ഉള്ളൂ കാര്യം. നമ്മൾ ഈ ജഡ്ജ് ചെയ്യണത് എന്തിനാണ്? അപ്പോൾ എന്തായാലും ഈ സജ്ന, ഫിറോസ് ഖാൻ, റസൂൽ പൂക്കുട്ടി വിഷയത്തിൽ എനിക്ക് തോന്നിയുള്ള കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ്. അത്രേ ഉള്ളൂ കേസ്. പിന്നെ അവർ എന്താ പറയുക, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന രീതിയിലാവണമെന്നില്ല. അപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ പറഞ്ഞ സംഭവമല്ലേ, ബിരിയാണി ആയിരിക്കും ഇഷ്ടം. ചില ആൾക്ക് ബിരിയാണി കുറേ കഴിച്ചിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി ആയിരിക്കും, പക്ഷേ കുറേ ബിരിയാണി കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വെറുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ കഞ്ഞിയും പയറും കഴിക്കാനൊക്കെ പോകുന്നുണ്ടായിരിക്കും. അങ്ങനെയൊക്കെയാണ്. ചില ആളുകൾ ഒരു എക്സൈറ്റ്മെൻറ്റ് പുറത്ത് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും, പിന്നെ മടുക്കുന്നുണ്ടായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ഇത്ര സിനിമകൾ കണ്ടിട്ടുള്ളത്. ചില ആളുകൾ തുടക്കത്തിൽ ഭയങ്കരമായിട്ട് അവരുടെ ശരീരം കൊണ്ട് കളിച്ച് കളിച്ചിട്ട് ഏറ്റവും അവസാനം അവർ വലിയ സന്യാസിനിയാവുണ്ടായിരിക്കും. ചില ആളുകളെന്ന് പറഞ്ഞാൽ തുടക്കത്തിൽ ഈ സെക്സിനോട് ഇതിനോടൊന്നും താല്പര്യമില്ലാണ്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പുകളോട് താല്പര്യമില്ലാണ്ട്, മനുഷ്യരോട് തന്നെ താല്പര്യമില്ലാത്ത ആളുകൾ ഏറ്റവും അവസാനം ഭയങ്കര സോഷ്യലായ മനുഷ്യരുടെ ഇടയിൽ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരാളായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ സെൻ സ്റ്റോറീസ് എന്നൊക്കെ അടിച്ചു നോക്കി നമുക്ക് മനസ്സിലാവും ആളുകളുടെ ലൈഫിൽ വരുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഉണ്ടാവും ഗൈസ്. അത്രയേ ഉള്ളൂ. എനിക്കിപ്പോൾ വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കത്തി നിൽക്കുന്ന ടോപ്പിക്കാണിത്. ഞാൻ ആലോചിക്കുന്നത് എന്താ ഇപ്പോൾ ഇതിന് മാത്രം കത്തിക്കാൾ. അവരവരുടെ ജീവിതം അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കണം. അത്രയേ ഉള്ളൂ.